റോഷ്ന, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. താങ്കൾ ഒരു പരാതിക്കാരി കൂടിയാണല്ലോ. ഈ വിഷയത്തിൽ ഇപ്പോൾ റോഷ്നയുടെ പോസ്റ്റ് കൂടി വന്നപ്പോഴാണ് മേയർ പറഞ്ഞതിൽ ഉള്ള പരാതിയുടെ പ്രാധാന്യം കൂടി, അതിൽ രാഷ്ട്രീയമാണല്ലോ മറ്റു പലരൊക്കെ കണ്ടത്, പക്ഷേ അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് എന്ന് പല നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഇപ്പോൾ അത് ശ്രദ്ധിക്കാൻ തോന്നുന്നത് താങ്കളുടെ ഒരു പോസ്റ്റ് കൂടി വന്ന സ്ഥിതിക്കാണ്. ശരിക്കും റോഷ്നയ്ക്ക് ആ പരാതിയുമായി അന്നത്തെ ദിവസം, കഴിഞ്ഞ ജൂൺ 19 ആണെന്ന് തോന്നുന്നു, ആ ദിവസം മുതൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഒരു ശക്തിക്കുറവുള്ളതുപോലെ ആണ് തോന്നുന്നത്. കാരണം ഇപ്പോഴാണല്ലോ ആ പോസ്റ്റ് വീണ്ടും വരുന്നത്. ആ പരാതി അന്ന് വല്ലാതെ പ്രസ് ചെയ്തതായി കണ്ടില്ലല്ലോ. അപ്പോൾ അത് അന്ന് യദു എന്ന ഡ്രൈവറുടെ അന്നത്തെ ദിവസത്തെ താങ്കളുടെ മുമ്പിലെ പ്രകടനം, പെരുമാറ്റം, അതുകൊണ്ടാണോ റോഷ്ന താങ്കൾക്ക് ആ പരാതിയിൽ അങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കാൻ തോന്നാതെ പോയത്? ഞാൻ സാർ ചോദിച്ചതിൻ്റെ തുടക്കമേ ആര്യ രാജേന്ദ്രൻ എന്നുള്ള അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് മാറ്റി നിർത്തുകയാണ്. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമായിട്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, മേയറോട് അങ്ങനെ സംസാരിച്ചോ അതൊന്നും എൻ്റെ ഒരു മാറ്ററേ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഉണ്ടായ വ്യക്തിപരമായിട്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു മോശം കാര്യം, അത് വളരെ ക്ലിയറായിട്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അധികാരികളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് അത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ഇപ്പോൾ സൈബർ ബുള്ളിയിങ്, അങ്ങനെ ഒത്തിരി രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെയാണ് ഈ പോസ്റ്റ് എന്നെ ഇപ്പോൾ ഇടാൻ എനിക്ക് മനസ്സിൽ തോന്നാനുള്ളത്. ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, മാഞ്ഞു പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖമാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്. അതായത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ കാണുകയുണ്ടായി. ഫോട്ടോ കണ്ടപ്പോൾ ഇപ്പോൾ തന്നെയാണ് റോഷ്ന പറയുന്നതനുസരിച്ച് ഈ മുഖം കാണുക, ചില സിനിമകളിലൊക്കെ കാണുന്ന ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില ഡിസ്കഷൻസിലൊക്കെ കാണുന്നത് പോലെ ചില മുഖങ്ങൾ ചില ആളുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ട്രോമ പോലെ അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാവും. അതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ. അതാണോ? അതെ, മനസ്സിലുണ്ട്. അതായത് നമുക്ക് ഇതുവരേക്കും ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തു തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 4 വർഷത്തിനിടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ ആരും പെരുമാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. ഇദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇദ്ദേഹം ഓർക്കാത്തത്, ഇദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് മേ ബി ഉണ്ടാവുമായിരിക്കും. അപ്പം അതിലെ ഒരാളായിരിക്കും ഞാൻ. ഓർമ്മയില്ലായിരിക്കും ചിലപ്പോൾ. ഇന്ന് മുതൽ പുള്ളി ഓർക്കുന്നുണ്ടാവും. ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് ഇന്നും. കയർക്കട്ടെ സാർ, അതായിരിക്കും പുള്ളി ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് കയർക്കുന്ന. അതിനൊക്കെ എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ ഇന്നലെ പുള്ളിയുമായിട്ട് കോൺഫറൻസ് കോളിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിലാണ് സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, ഈ വണ്ടി ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഓർമ്മയുണ്ടോ, ഇതൊക്കെ ഞാൻ ചോദിച്ചതാണ്. അദ്ദേഹം എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്കിപ്പോൾ ഇത് സംസാരിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയൊക്കെയാണ് മറുപടികൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പുള്ളിയോട് എന്ത് പറയാനാണ്? അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഓർമ്മയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും വ്യക്തമല്ല. ഇതിന് ഓർമ്മയില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ്? അങ്ങനെയൊക്കെയാണ് മറുപടികൾ. സോ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി അല്ലല്ലോ സാർ. താങ്കൾക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കുത്തിപ്പൊക്കി എന്ന് പറയുന്നു. അന്ന് ഞാൻ പറഞ്ഞാലും ഇത് ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഹോണടിച്ചൊരു വിഷയമായിട്ടേ ഇത് പുറത്തോട്ട് വരാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പുറത്തോട്ട് വരണം എന്ന് തന്നെയില്ല. ഒരു സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. KSRTCക്ക് എതിരെ നമ്മളൊരു പെറ്റീഷൻ കൊടുത്താൽ അതിന് കിട്ടുന്ന മറുപടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സാർ. നമുക്ക് എന്താണ് അതിൽ പ്രത്യേകിച്ചൊരു, ഇപ്പോഴും ഞാൻ നിങ്ങളെന്താ അന്ന് കൊടുത്തില്ല, ഇപ്പോഴും ഞാൻ കേസ് കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഈ കാര്യത്തിൽ
ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഉള്ളത് വീണ്ടും വീണ്ടും ഓർക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അത്രമാത്രം നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിച്ച പല കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് മനസ്സിലാണല്ലോ, അവരെല്ലാവരും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നാണല്ലോ, ആരെയും റോഷനെയും ഒന്നും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെയാണല്ലോ. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ? അതെ 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 അല്ല, എനിക്കങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത വിഷയമൊന്നുമില്ല. ഞാൻ അങ്ങനെ അത്ര അധപതിച്ച രീതിയിലൊന്നും ഞാൻ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിത വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു അത്. അതായത് അത്രയും റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് ആംബുലൻസൊക്കെ നമ്മൾ അത്രയും എമർജൻസി ആയിട്ട് പോകുന്ന പോലെയായിരുന്നു ആ വാഹനം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ആ കൺട്രോൾ കിട്ടില്ല. കാരണം സൈഡിലൊക്കെ റിബൺസ് ഒക്കെ കെട്ടി റെഡിൻ്റെ സിമ്പിൾസ് ഒക്കെ വെച്ച് പതുക്കെ പോവുക എന്നുള്ള വാർണിംഗ് സിഗ്നൽസ് ഒക്കെ വെച്ചിട്ടാണ് ആ റോഡ് ഉണ്ടായിരുന്നത്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ളൊരു സ്പേസ്, നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല സാർ. നമ്മൾ സാധാരണ റോഡിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ പലരും ഹോൺ അടിക്കാറുണ്ട്. നമുക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം വളരെ നമ്മളെ തട്ടിയില്ല എന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്തത്. അപ്പോഴാണ് എനിക്കും വാശിയായിട്ട് ഞാൻ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്കിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഒരു 2-3 ഹോൺ അടിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ പുള്ളി അത്രയും ട്രാഫിക് ഉള്ളതിൻ്റെ ഇടയിൽ ഈ പണി നടക്കുന്ന റോഡിൻ്റെ നടുവിൽ തന്നെ വണ്ടി നിർത്തുകയും ഇറങ്ങി വന്നിട്ട് എടി എന്നുള്ള എന്താടി എന്നും പറഞ്ഞിട്ട് തുടങ്ങി. എന്താടി ഷോ അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, മനസ്സിലായ? അപ്പോൾ അതിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഒരു ബിഹേവിയർ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ ഒന്നും പറയാം. കാരണം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ഇവർ വണ്ടി നിർത്തുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും തിരക്കിട്ട് പോകുന്ന ഒരു KSRTC ഇത്രയും യാത്രക്കാരുമായിട്ട് മുന്നോട്ട് പോകുന്നു. അയാളുടെ ഉത്തരവാദിത്തമാണ് യാത്രക്കാരെ അവിടെ എത്തിക്കുക എന്നുള്ളത്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും KSRTC യാത്രക്കാരെ മറ്റൊരു വണ്ടിയിൽ കയറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം, ശരിയല്ലേ? അവരുടെ ഉത്തരവാദിത്തമാണത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, അവരവിടെ എൻ്റെ ഒരു ഹോണടിക്ക് വേണ്ടി എന്നെയായിട്ട് വഴക്കിടാൻ വേണ്ടി അവിടെ വണ്ടി എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിരിക്കുകയാണല്ലോ, ബ്ലോക്ക് ചെയ്ത് ഇറങ്ങി വന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ എന്താടി എന്നും പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോൾ. ഇദ്ദേഹം ഇറങ്ങി വരുന്നത് നമുക്കറിയത്തില്ല, ആളുകൾക്കും ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം അത്രയും കൺജസ്റ്റഡ് ആയിട്ട് 2 വണ്ടികൾ മാത്രമേ പോകുന്ന ഒരു വഴിയിൽ പെട്ടെന്ന് അത്രയും ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഒന്നും ആളുകൾക്കൊന്നും ഇറങ്ങി വന്നത് അയാളിപ്പോൾ പെട്ടെന്ന് അത് കൃത്യമാണ്. റോഷ്ന പറഞ്ഞിട്ടുണ്ട്, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് റോക്കി ബൈ സ്റ്റൈലിൽ വന്ന് ഇറങ്ങി നിന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോക്കിൽ എന്താടി എന്നൊക്കെ റോഷനെ പോലെ ഒരാളെടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു അപരിചിതൻ വിളിക്കുക, ഡ്രൈവർ ഇങ്ങനെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഷോക്കാവും തീർച്ചയായിട്ടും. ആരാണെങ്കിലും പിന്നെ അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോവും. ആ ഷോക്കിൽ മുന്നോട്ട് പോകുന്നു. കുറേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ MVD നിൽക്കുന്നു, അങ്ങനെയല്ലേ? MVD ഇങ്ങനെ ഭയങ്കര സ്ലോ ആക്കി ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നിർത്താൻ പോകുമായിരുന്നേ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങ് ചെല്ലുന്നത്. അപ്പോൾ ഞാനത് MVD അവിടെ സൈഡാക്കുന്ന വേറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാനും ടൈം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ MVD അത് സൈഡാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ വണ്ടി അവരുടെ കൂടെ അവർ വണ്ടി ഇട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ചെയ്തത്, ഇങ്ങനെ ഒരു KSRTC വരുന്നുണ്ട്, അതായത് എൻ്റെ ബാക്കിലായിരുന്നു, അപ്പം വരുന്നുണ്ട്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ വണ്ടി വരുമ്പോൾ നമ്മൾ കൈ ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്ന ഈ ഡ്രൈവർക്ക് കാണാം നമ്മൾ സംസാരിക്കുന്നത് MVDയോട്. അപ്പം കൈ ചൂണ്ടി കാണിക്കുന്നത് കണ്ടിട്ടും ഇയാൾക്ക് പോയാൽ മതി. ആരും ഇയാളെ തടസ്സപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കൈ കാണിച്ചിട്ടില്ല, MVD കൈ കാണിച്ചിട്ടില്ല. ഇദ്ദേഹം എന്തിനാണ് അപ്പോഴും പിന്നെ ഇറങ്ങി വന്നു, വണ്ടി എല്ലാം അവിടെ സൈഡാക്കി ഇറങ്ങി വന്ന് ഇവരങ്ങനെ ഹോണടിച്ചു, ഇവരിങ്ങനെ അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് പോയി. അപ്പോൾ 2-3 യാത്രക്കാർ, അവർക്കും യാത്ര ചെയ്യണം, അവർക്കും ക്ഷമ കെട്ട് കഴിയുമ്പോൾ അവർ പറയും, ഇത് സാറേ, അവർക്ക് അറിയില്ലല്ലോ ഇയാൾ ഇങ്ങനെയാണ് സംസാരിച്ചെന്നുള്ള അവർക്കറിയില്ല. അവർ പറഞ്ഞു, സാറേ അവരും ഹോണടിച്ചു ഇയാളും ഹോണടിച്ചു, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, MVD എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാം, പ്രശ്നമില്ല എന്നുള്ള രീതിക്ക്. പക്ഷെ ഞാൻ ഏതോ ഒരു നാട്ടിൽ വന്നിട്ട് എനിക്ക് അറിയ പോലുമില്ല ആ സ്ഥലം. എനിക്കൊരു ബോട്ടിക് സ്റ്റോറിൻ്റെ ഉദ്ഘാടനം, എനിക്കൊരു ഷോപ്പുണ്ട് ഇപ്പോൾ. ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ തിരക്കിപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അറിവില്ല. എൻ്റെ കൂടെ ആരെങ്കിലും വേറെ, ഇപ്പം എൻ്റെ ഒരു സഹോദരനുണ്ടായിരുന്നു. അപ്പം MVDയെ കണ്ട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് പോവാം എന്നുള്ളതാണ്. എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു.
ആൻഡ് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സാവകാശവും ഇല്ല, സമയവും ഇല്ല. ആൻഡ് നമുക്കറിയാം KSRTC ബസ്സുകൾക്കെതിരെയൊക്കെ നമ്മൾ എന്ത് സംസാരിച്ചാലും എത്ര കേസുകൾക്ക് നമുക്ക് പ്രതിവിധി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വീണ്ടും റോഷ്ന ആ KSRTC ബസ്സിന്റെ പേരിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ളതിലേക്കാണ് വീണ്ടും എത്തുന്നത്. നിരാശയുടെ പുറത്താണ്. ഇതിപ്പോ മേയർക്കെതിരെ കൂടി വന്ന വെർഷൻ കണ്ടല്ലോ. മേയർ പരാതി പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് റോഷ്ന കാണുന്നുണ്ടല്ലോ. അത് റോഷ്നയുടെ പരാതിയുടെ പുറത്തും അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊരു പൊതുധാരണയുടെ പുറത്താണോ? എന്താണ് റോഷ്ന അങ്ങനെ ഒരു ഇംപ്രഷൻ വരാൻ കാരണം? അതെ സർ, ഞാൻ പറയുകയാണെങ്കിൽ മേയറുടെ വിഷയം, ഞാൻ വാർത്തകൾ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. മേയറുടെ വിഷയം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്തത്. കാരണം ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല ഇത് എന്ന് നടന്നു എന്നോ മേയർ അതിന് നടപടി എടുത്തെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ വിഷയവുമായിട്ട് ഞാൻ ഈ പോസ്റ്റ് കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇന്നതുപോലെയാണ്. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ദൂഷ്യം നമുക്ക് വ്യക്തമാണ്. ഇയാളുടെ സംസാര രീതികൾ ആ ഒരു എന്താ പറയുക, മറ്റുള്ളവരോട് ബഹുമാനമില്ലാതെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇനി മേയർ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ ചെയ്തതിനെ ഒന്നിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി വളരെ മോശമാണ്. അയാൾ അത് സ്ത്രീ എന്നല്ല, ചിലപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ആരോടും അങ്ങനെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീ എന്നുള്ള പരിഗണനയൊന്നും തരണ്ട. കാരണം നാളെ ഇതൊരു പുരുഷന് സംഭവിച്ചാലും തെറ്റുകൾ തന്നെയാണ്. അത് അംഗീകരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ. കാരണം അത് എനിക്ക് പറ്റിയൊരു തെറ്റാണെങ്കിൽ ഞാനിത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാനൊരു തെറ്റുകാരിയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് എനിക്കെതിരെ വന്നാൽ ഓക്കെ ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയാൻ തയ്യാറാവണം. അദ്ദേഹം ഇപ്പോഴും ഇന്ന് ഈ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹം വണ്ടി ഓടിച്ചിരുന്ന തീയതി എല്ലാം കൃത്യമായിട്ട് വന്നിട്ട് പോലും ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പാർട്ടി രീതിയിലോട്ടൊക്കെ അതങ്ങ് പോയി അത് വേറെ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഇദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ തട്ടിക്കയറുന്നു. ഇതിൽ നിന്ന് എനിക്ക് എന്ത് നീതി കിട്ടും എന്നാണ്, ഞാൻ പരാതി കൊടുത്താലും എന്ത് നീതി കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്?